ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന എന്നോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്ന ഒരു ഡിഷ് കൂടിയാണ്. നമുക്ക് എന്താണ് ഐറ്റം നോക്കാതെ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, മാമ്പഴ പുളിശ്ശേരിയാണ്. ഇത് ചെറിയ സൈസ് മാങ്ങയാണ്, ചപ്പിക്കുടിയൻ തല്ലിക്കുടിയൻ എന്നൊക്കെ പറയണത്. ഇനി വേറെ സ്ഥലങ്ങളിൽ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. നാടൻ മാങ്ങയാണത്, മേടിച്ചതൊന്നുമല്ല, അടുത്ത വീട്ടിലെ വൈസൽക്കാടുന്ന് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ തൊലി ഇച്ചിരി കയ്പുണ്ടാവും, അപ്പോൾ തൊലിയൊക്കെ മാറ്റി ഇതാ ഇങ്ങനെയാക്കി വെച്ചേക്കുന്നതാണ്. കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൻ്റെ ഇത്രേ ഉള്ളൂ, തൊലി ഇതാ ഇങ്ങനെ പോരും. 7 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ മാങ്ങ എടുത്തു വെച്ചിരുന്നു, പക്ഷെ അതൊക്കെ കുട്ടികൾ തിന്നു തീർത്തു. ഇനി വേണ്ടത് 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, തൈര്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1 ശർക്കര, 3 വറ്റൽമുളക്, 2 തണ്ട് വേപ്പില. നാടൻ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പരമാവധി മൺചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവൈലബിൾ അല്ലാത്തവർ നിങ്ങളിൽ ഏത് പാത്രമാണ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അതിന് തന്നെ മാങ്ങ ഇടാൻ ചട്ടിയിലേക്ക്. 2 വേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് കീറിയിടാം. ഇത് അത്ര എരിയൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. തൊണ്ടമുളക് വെക്കില്ല, നാടൻ മുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതിയാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് മതി. ഇതാകേണ്ട കുറച്ചുകൂടെ ഒഴിക്കണം. മാങ്ങയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഒത്തിരി അങ്ങ് വേവൊന്നും വേണ്ട, മാങ്ങയ്ക്ക് വലിയ നമ്മൾ വെറുതെ കഴിക്കുന്നതല്ലേ, അപ്പം അതിനകത്ത് വലിയ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതിൻ്റെ ഈ മഞ്ഞപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചോവൊക്കെ പോകണം, മാത്രമേ ഉള്ളൂ. ഇത് ഒത്തിരി എരിവുള്ളൊരു കറിയല്ല, പക്ഷെ എന്നാലും ചെറിയ എരിവ് വേണം. എന്നാൽ അതിൻ്റെ ഒരു എല്ലാം കൂടി നമുക്ക് ഉപ്പും പുളിയും എരിയും മധുരവും എല്ലാം കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷൻ ഒരു സാധനം കിട്ടുള്ളൂ. ഇപ്പം മാങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയിൽ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉള്ള കാരണം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ മാങ്ങയിൽ ഈ ശർക്കരപ്പാനിയും ഇതിനകത്തുള്ള വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കോട്ടായി വരണം. മുളക് പൊടി ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ പുളിശ്ശേരിയിൽ മുളക് പൊടിയും ചേർക്കില്ല, മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുള്ളൂ. പക്ഷെ മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടും. ആ കളറും കൂടി വേണം, അതും കൂടി ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു യമ്മി ആവുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു സ്വന്തം റെസിപ്പി ഒന്നുമല്ല കേട്ടോ, പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആൻറ്റി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ റെസിപ്പി ചോദിച്ച് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കി സക്സസ്ഫുൾ ആയതാണ്. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ശരിക്കും സ്വർണത്തിൻ്റെ കളറാണ്. നീയൊന്ന് പഴം വെച്ചോ പൈനാപ്പിൾ വെച്ചൊന്നും ഉണ്ടാക്കിയാൽ ഇത്രയും ഭംഗിയോ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മൺചട്ടിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ അടിയിൽ പിടിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ആയിട്ട് വരും. ശരിക്കും മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് വിഷുവിൻ്റെ സമയമൊക്കെയാണല്ലോ ഓർമ്മ വരും. വിഷുവിൻ്റെ സമയമാകുമ്പോണ്ടല്ലോ നമ്മൾ വിഷുക്കട്ടയും ഈ മാമ്പഴ പുളിശ്ശേരിയും ഒരു പപ്പടവും എന്തെങ്കിലും കൊണ്ടാട്ടമുളക് അച്ചാറോ അല്ലെങ്കിൽ കാന്താരി ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യയുടെ പോലെ ആവശ്യമില്ല, വിഷു സെറ്റപ്പാണ്. മാങ്ങയിൽ ഇതാ ശർക്കരയും എല്ലാ വെള്ളമൊക്കെ കൂടി നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങയും നല്ല ജീരകവും കൂടി നല്ല മഷി പോലെ അരച്ചെടുത്തേക്കുന്നതാണ്. വെള്ളമൊന്നുമില്ല, കണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുത്തേക്കുന്നതാണ്.
ചെയ്തിട്ട് ചേർക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും. ആ ഒരു മഞ്ഞളിൻ്റെ ഒക്കെ കളറ് കുറച്ചൊന്ന് മാറി. എനിക്ക് തോന്നുന്നു ഭംഗി കൂടിയിട്ടേ ഉള്ളൂ. നല്ല ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ പച്ചച്ചോവ ഒന്ന് മാറണ വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. മോരുകറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ വെള്ളുള്ളിയൊക്കെ ചേർക്കും. പല സ്ഥലത്തും പല ടൈപ്പാണ്. പക്ഷേ പുളിശ്ശേരിയിൽ പൊതുവെ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ല. നല്ല ജീരകം മാത്രം ചേർക്കുള്ളൂ. ചിലർ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ലൂസായിട്ട് തേങ്ങ അരപ്പുണ്ടാക്കും. പക്ഷെ എനിക്കിതിനകത്ത് ശരിക്കും ആ തേങ്ങയുടെ അരപ്പൊക്കെ ഈ മാങ്ങയിൽ നല്ലോണം ബ്ലെൻഡായിട്ടിരിക്കണതാണ് ഇഷ്ടം. നിങ്ങളെൻ്റെ ഈ വള കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? അബിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നു. ഇപ്പോൾ തേങ്ങയിലെ പച്ചമണം ഒക്കെ പോയിട്ടുണ്ട്. നല്ല ഹോട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പം നമുക്ക് തീ കത്തിക്കണ്ട. നമ്മൾ കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഭയങ്കര ഈസിയല്ലേ ചെയ്യാൻ. തൈര് ഒഴിക്കാം. തൈര് കട്ടൊക്കെ ഉടച്ച് വെച്ചേക്കണതാണ്. ഒട്ടും കട്ടില്ലാത്ത തൈരാണ്. മോരല്ല, കട്ടി തൈര് തന്നെയാണ്. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒഴിച്ചിട്ട് പുളി നോക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. ഏറെക്കുറെ 1.25 കപ്പോളം ചേർത്തിട്ടുണ്ട്. 350 ml ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. പുളിയുണ്ട്. ഒരിച്ചിരി ഉപ്പും കൂടി ചേർക്കണം. പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കടുക് താളിച്ചു ഒഴിക്കാം. സീസണിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പൊ കുക്കിംഗ് വ്ളോഗ് ചെയ്യുമ്പോൾ 2 എണ്ണം ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ അവര് ലാസ്റ്റ് സ്മെല്ല് വരുമ്പോഴാണ് അല്ലേ. മിയാക്ക് ഒട്ടും വയ്യ, എന്തോ ഒരു സുഖമില്ല പുള്ളിക്കാരി. നമുക്ക് കടുക് താളിച്ചു ഒഴിക്കാം. ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മിയാമി വീഡിയോ എടുക്കുന്നേക്കാൾ മുമ്പ് പറഞ്ഞാൽ ഈ കുട്ടിപ്പാത്രം വയ്ക്കുമ്പോൾ അവളെ വിളിക്കണം. നമുക്ക് അതിനകത്ത് കാണാൻ. മിയ പൊട്ടിത്തെറി പേടിച്ച് സൈഡായിട്ടിരിക്കാം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. കുലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി എണ്ണ നന്നായി തിളച്ചിരിക്കുകയാണ്, ചൂടുണ്ട്. ഇപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാതെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറ്റൽമുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്കിനി ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ശരിക്കൊരു സദ്യയുടെ സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ മൊത്തം. മാങ്ങ കാണിച്ചുതരാം. ഒരു കിടുക്കൻ നാടൻ ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.